ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ മാർച്ച് മാസം ഇന്നത്തോടു കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു. മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തന്നെ കഴിഞ്ഞു. മാർച്ച് മാസത്തിലെ ഏറ്റവും അവസാനത്തെ ട്രേഡിംഗ് ഡേ ആണ് ഇന്നുണ്ടായിരുന്നത്. തിങ്കളാഴ്ച നമുക്ക് മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, ഡെറിവേറ്റീവ് ആയിക്കോട്ടെ ഇക്വിറ്റി ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിഫ്റ്റിനെ പറ്റി പറയുമ്പോൾ ഈ ഒരു മാർച്ച് മാസം നല്ലൊരു മാസമായിരുന്നു. 22,200 എന്ന റേഞ്ചിൽ നിന്ന് 23,500 1300 പോയിൻ്റ് റാലി നിഫ്റ്റി രേഖപ്പെടുത്തി. FISും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരികെ വന്ന മാസമാണ് മാർച്ച് മാസം. 6,600 കോടി രൂപയ്ക്ക് മുകളിൽ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈ നടത്തി. അപ്പോൾ ഫെബ്രുവരി മാസം FIS ഇന്ത്യൻ മാർക്കറ്റിൽ 68,000 കോടി രൂപയുടെ സെല്ലിംഗ് ഉണ്ടായിരുന്നു. ജാനുവരിയും അതുപോലെ തന്നെ. അപ്പോൾ കനത്ത ഒരു സെല്ലിങ്ങിൽ നിന്നാണ് മാർച്ചിൽ അവർ ബയേഴ്സായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തോട് കൂടിയിട്ട് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടൊരു അവധിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. തിങ്കളാഴ്ചയും മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ ഈ ഒരു ഏപ്രിൽ മാസം ഒരുപാട് അവധിയുള്ള ദിവസങ്ങളാണ്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഏപ്രിൽ 10 അവധിയാണ് മഹാവീർ ജയന്തി. ഏപ്രിൽ 14 അവധിയാണ് ഡോക്ടർ ബാബെ അംബേദ്കർ ജയന്തി. ഏപ്രിൽ 18 അവധിയാണ് ഗുഡ് ഫ്രൈഡേ. അപ്പോൾ 3 അവധി, ഈവൻ തിങ്കളാഴ്ച ഉൾപ്പെടെയുള്ള അവധി. അപ്പോൾ ഏകദേശം 4 അവധി, 4 വർക്കിംഗ് ഡേയിൽ തന്നെ അവധിയുണ്ട്. കൂടാതെ തന്നെ സാറ്റർഡേയും സൺഡേയും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസം മന്ത്ലി നമുക്ക് കിട്ടുന്ന ട്രേഡിംഗ് ഡേയ്സ് വളരെയധികം കുറവാണ്. ഇനി ഇന്നത്തെ ദിവസത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് ഒരു 72 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ നിഫ്റ്റി ബാങ്കിൽ അത്ര ഒരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നില്ല. 11 പോയിൻറ്റ് മാത്രം നെഗറ്റീവ്. നിഫ്റ്റി ഫിനാൻസ് ആവട്ടെ 63 പോയിൻറ്റ് പ്ലസ്സിലാണ് ക്ലോസ് ചെയ്തത്. എസ്പെഷ്യലി ബജാജ് ഫിനാൻസ് പോലെയുള്ള കമ്പനീസ് നിഫ്റ്റീനെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ നിഫ്റ്റീനെ എല്ലാം തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നല്ല തോതിൽ ഹെൽപ്പ് ചെയ്തു. ടോപ്പ് ഗെയിനേഴ്സും ബജാജ് ഫിൻസെർവുമാണ്. ഗ്രാസിം ഇൻഡസ്ട്രീസും അൾട്രാടെക് സിമെൻറ്റുമാണ്. അൾട്രാടെക് സിമെൻറ്റ് അവരുടെ പുതിയ സിമെൻറ്റ് കപ്പാസിറ്റി ഉയർത്താനായിട്ട് പ്ലാന്റ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്തു. കമൻസ് ചെയ്ത വാർത്തയും നമ്മൾ കണ്ടിരുന്നു. കൊട്ടാക് ബാങ്കും സൊമാറ്റോയും ഇൻഡസൻഡ് ബാങ്കും സിപ്ലയും M&Mഉം ഡോക്ടർ റെഡ്ഡിയും തുടങ്ങിയ കമ്പനീസാണ് ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ കണ്ട വാർത്ത, ട്രംപ് ഏപ്രിൽ 2 മുതൽ ഓട്ടോ താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമെന്നോണാണ് ഇന്നലെ US മാർക്കറ്റ് ഇടിഞ്ഞത്, ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റിൽ ഇടിഞ്ഞത്, ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞത്, ഇന്നലെ ഏഷ്യൻ മാർക്കറ്റ് ഇടിഞ്ഞത്. ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് ഇടിവിലായിരുന്നത്. ഒരു പരിധിവരെ നിഫ്റ്റി ഇടിയാനും ഈ പറഞ്ഞ മഹേന്ദ്ര ഉൾപ്പെടെയുള്ള കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്താനും ഇന്നലെ ടാറ്റ മോട്ടോഴ്സ് 6% ഇടിവ് രേഖപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഓട്ടോ താരിഫ് ഹൈക്കുകളാണ് പ്രധാന കാരണം. ഈവൻ ഈ ഒരു താരിഫ് കാരണം US ഓട്ടോ സ്റ്റോക്കുകൾക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ലാത്ത അവസ്ഥയാണ്. ഫോഴ്സ് മോട്ടോഴ്സും ജനറൽ മോട്ടോഴ്സും ഉൾപ്പെടെയുള്ള അമേരിക്കൻ ഓട്ടോമൊബൈൽസ് ശൃംഖലയിലുള്ള കമ്പനീസും ഇടിവിലാണ്. കാരണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു, അവരുടെ എല്ലാം തന്നെ കമ്പോണൻറ്റ് മെക്സിക്കോയിലും മറ്റുള്ള രാജ്യങ്ങളിലുമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇനി റുപ്പീസും ഇന്ന് പോസിറ്റീവായിട്ട് ഡോളറിനെതിരെ 3 മന്ത് ഹൈയിലാണ് ഇപ്പോൾ റുപ്പീസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ റുപ്പീസിൻ്റെ ഒരു അപ്രീസിയേഷൻ, US ഡോളറിൻ്റെ ഒരു ഇടിവ്, ഇതെല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചു വരവും. ജിയോ ഫിനാൻസും സൊമാറ്റോ ഉൾപ്പെടെയുള്ള കമ്പനീസ് നിഫ്റ്റി 50യിൽ ഇൻക്ലൂഷൻ ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന FTSE UK മാർക്കറ്റ് ഫ്ലാറ്റാണ് എങ്കിലും CAC 40 ഫ്രാൻസ്, ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് നെഗറ്റീവാണ്. ഇന്ത്യ വിക്സ് ഇന്ന് 4% ഫോളായി 12.73 നിൽക്കുന്നത്. ഡോ ഫ്യൂച്ചർ കാണാം 55 പോയിൻറ്റ് മൈനസാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് കാണാം 1.8% ഇടിഞ്ഞു. കോസ്വിയും കാണാം 1.89% ഇടിഞ്ഞു. യുഎസിലെല്ലാം തന്നെ ജപ്പാൻ വാഹന നിർമ്മാതാക്കൾ വലിയ തോതിൽ ബിസിനസ് നടത്തുന്നുണ്ട്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 1800 പോയിൻ്റ് ഇടിഞ്ഞു. തൊട്ട് താഴെ ബ്രെൻഡോയിൽ 73 പോയിൻ്റ് ഇടിഞ്ഞു. അതിന് താഴെയുള്ള ഗോൾഡ് 21 പോയിൻറ്റ് അപ്സൈഡ് പോയി. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ റൗണ്ട്സിന് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $3077 പെർ ഔൺസ് എന്ന നിലയിലാണ്. അപ്പോൾ സ്റ്റോക്കുകളുടെ സ്പെസിഫിക്കലായിട്ടുള്ള വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നില്ല. BSE ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, BSE എല്ലാം തന്നെ 16% അപ്സൈഡിൽ പോയി. അപ്പോൾ NSE ഇവരുടെ എക്സ്പയറി വ്യാഴാഴ്ചയിൽ നിന്ന് അത് തിങ്കളാഴ്ചയിലേക്ക് മാറ്റുമെന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് NSEയുടെ
കുറച്ചധികം ട്രബിൾ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയതായിട്ട് സെബി പറയുന്നത് ഈ വ്യാഴാഴ്ച തന്നെ മതി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ തീരുമാനം. അത് BSEക്ക് ഗുണകരമായിട്ടുണ്ട്. കൂടാതെ തന്നെ BSEയുടെ എല്ലാം തന്നെ ബോണസ് ഷെയറുകളെല്ലാം തന്നെ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ഇന്നലെയും 4% റാലി ഉണ്ടായിരുന്നു. ഇന്നും 16%. 2 ദിവസം കൊണ്ട് 20% റാലി BSEക്ക് കിട്ടി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ലിസ്റ്റഡ് കമ്പനിയാണ്. അതുപോലെ തന്നെയാണ് MCX മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചും നമ്മളെ NSEയോ BSE പോലെയുള്ള കമ്പനി തന്നെയാണ് MCX. അതും ലിസ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ്. ഈവൻ CDSലും നമ്മുടെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആണ്, അതും ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ ഇൻഡിവിജ്വൽ ന്യൂസ് ഉണ്ടെങ്കിൽ കൂടി 3 ദിവസം അവധിയാണ്. അപ്പോൾ നമുക്കത് പിന്നീട് നമുക്ക് അത് ചർച്ച ചെയ്യാം. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് ഉള്ളത് സ്റ്റോക്ക് ന്യൂസിൽ നമ്മൾ പ്രീ മാർക്കറ്റാണ്, മാർക്കറ്റിന് മുമ്പേ, പോസ്റ്റ് മാർക്കറ്റിന് ശേഷം. അപ്പോൾ മാർക്കറ്റ് സമയത്ത് നമ്മുടെ ന്യൂസ് ഇല്ല. അതുകൊണ്ട് തന്നെ അതുപോലെ നമ്മൾ ബൈ സെൽ റെക്കമെൻഡേഷനോ സ്റ്റോക്കുകളുടെ LTP ഒന്നും തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ന്യൂസിൽ സ്റ്റോക്കിൻ്റെ പേര് പഴയതുപോലെ സ്ക്രീനിൽ വെക്കുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളൊരു നിയമോപദേശമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ തുടരും. അടുത്ത ആഴ്ച മുതൽ തുടരാനാണ് ഈ പാസ് ഓഫ് നോ ഉള്ള തീരുമാനം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതൊരു അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യും. ഇനി നിങ്ങൾക്കറിയാവുന്ന അപ്ഡേറ്റുകളെല്ലാം തന്നെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിനി ഞായറാഴ്ച കാണാം. ഞായറാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ശനിയാഴ്ച എപ്പോഴെങ്കിലും നമ്മൾ അടുത്ത ആഴ്ചയിലേക്കുള്ള വീക്കിലി അനാലിസിസും എല്ലാം തന്നെ നമ്മൾ ഇടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ഈദ് ആശംസകളും നേരുന്നു. താങ്ക് യു.